ഹലോ നമസ്കാരം, എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ട്ണറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് പോലുള്ള ഐറ്റമാണ് കേട്ടോ. അതായത് KFC സ്റ്റൈലിൽ ചിക്കൻ പോപ്കോൺ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനായിട്ട് ഞാനൊരു 250 ഗ്രാമോളം ചിക്കൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത പീസ് കേട്ടോ. നമ്മൾ ചിക്കൻ സാധാരണ വാങ്ങിക്കുമ്പോൾ ഇന്ന് എല്ലില്ലാത്ത പീസ് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താൽ മതി. അത് ഒരു 250 ഗ്രാമോളം ഉണ്ടാവുന്നത്. നമുക്കിനി ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടുള്ള കൂട്ടുകൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി ഇടുക, 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ ഒരു 1/2 സ്പൂണോളം സോസ്, ചില്ലി സോസ്, 1/2 സ്പൂണോളം ചില്ലി സോസ് ഒഴിക്കുക. ഒരു 1/4 സ്പൂണോളം ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു 1/2 സ്പൂണോളം അത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ വെക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാലും മതി. ഒരു അരമണിക്കൂർ നമുക്കിത് എല്ലാം കൂട്ടി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുക. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അതിലേക്ക് ഈ കൂട്ടിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. ഒരു മുട്ട ഒഴിക്കുക. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. ഇതിൽ വെള്ളം പാടില്ല. ഈ മുട്ട ചേർത്തത് മാത്രമേ ഉള്ളൂ മിക്സ് ആവാനായിട്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് റെഡിയാക്കി വെക്കാം. ഇതൊരു 5 മിനിറ്റ് നേരം ഇങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ ചിക്കൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കൈ വെച്ച് നന്നായി പൊടിച്ചെടുക്കണം. ഇതിലേക്ക് ഇനി ബ്രെഡ് പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. 2 പിടിയോളം ബ്രെഡ് പൊടിച്ചത് നമ്മളിതിൽ ചേർത്തു. നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. അതുപോലെ 1 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. സ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂണല്ല. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. ചിക്കൻ നന്നായി മിക്സ് ചെയ്ത ശേഷം ഓരോ പീസും ഈ ബ്രെഡ് ക്രംസിലേക്കും ഈ കോൺഫ്ലേക്സിലേക്കും ഇട്ട് കൊടുക്കുക. കണ്ടോ? ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് വയ്ക്കുക. അങ്ങനെ എല്ലാ പീസും ഇങ്ങനെ ഓരോന്നായി കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ എടുത്ത ശേഷം നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. എപ്പോഴും സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. നന്നായി ഫ്രൈ ആവണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൽ കോൺഫ്ലേക്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ബ്രെഡ് തന്നെ ആയിട്ട് ഉപയോഗിക്കുക കേട്ടോ. കോൺഫ്ലേക്സ് ഒരു കളറിന് വേണ്ടിയാണ് ചേർക്കുന്നത്. ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. 2 സൈഡ് നന്നായി മൊരിഞ്ഞ് വരാനാണ്. തീ മീഡിയത്തിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ചിക്കൻ പോപ്കോൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാതും വറുത്തെടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ പോപ്കോൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് സോസിൻ്റെ കൂടെയോ മയനൈസിൻ്റെ കൂടെയോ നമുക്ക് കഴിക്കാം. ഭയങ്കര നല്ല ടേസ്റ്റാണ്. അധികം എരിവൊന്നുമില്ല. ചെറുതായിട്ട് കുരുമുളകിൻ്റെ ആ ചെറിയ എരിവ് മാത്രമേ ഉള്ളൂ.
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ, ട്രൈ ചെയ്യണം. അതുപോലെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതെന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നമ്മുടെ ചിക്കൻ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.